ജി എസ് ടിയുടെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ്. ജി എസ് ടി ഒരു ഏകീകൃത പരോക്ഷ നികുതിയാണ്. അസിം ദാസ് ഗുപ്തയാണ് ഇന്ത്യൻ ജി എസ് ടിയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇനി ജി എസ് ടി നിയമം നിലവിൽ വന്നത് 2016 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴാണ്? 2016 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി ജി എസ് ടി പ്രസിഡൻ്റ് ഒപ്പുവെച്ചതെന്നാണ്? 2016 സെപ്റ്റംബർ 8. 2016 സെപ്റ്റംബർ 8. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും അന്നത്തെ പ്രസിഡൻ്റായ പ്രണബ് കുമാർ മുഖർജിയും 2017 ജൂൺ 30 ഉദ്ഘാടനം ചെയ്തത്. ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 30. ഇനി ഈ നിയമം നിലവിൽ വന്നത് 2017 ജൂലൈ 1 മുതലാണ് കേട്ടോ. നരേന്ദ്രമോദിയും പ്രണബ് മുഖർജിയും 2017 ജൂൺ 30 ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. അതുകൊണ്ട് ജി എസ് ടി ഡേ എന്നാണ് ആചരിക്കുന്നത്? 2018 ജൂലൈ 1. അപ്പോൾ തൊട്ടടുത്ത വർഷം 2018 ജൂലൈ 1 പ്രഥമ ജി എസ് ടി വാർഷികം ആചരിക്കുന്നത്. ഇനി അതിൻ്റെ ആപ്തവാക്യം എന്താണ്? ജി എസ് ടിയുടെ 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ്. ഇനി ജി എസ് ടി ആദ്യമായി കൊണ്ടുവന്നത് അസമിലാണ് കേട്ടോ. അസമിലാണ് ജി എസ് ടി ആദ്യമായി കൊണ്ടുവന്നത്. രണ്ടാമത് ബീഹാർ. ഫസ്റ്റ് എ. ആ ഓർഡറിൽ തന്നെ നമുക്ക് ആലോചിക്കാം. ഫസ്റ്റ് എ അസം, സെക്കൻഡ് ബി ബീഹാർ, ഇനി 16 പറയുന്നുണ്ട് ഒഡീഷ. ഓക്കെ. ഇനി അമിതാഭ് ബച്ചനെയാണ് ജി എസ് ടിയുടെ പ്രചാരകനായി കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ആരെയാണ് കേന്ദ്ര സർക്കാർ നിയമിച്ചത്? അമിതാഭ് ബച്ചനെയാണ് ജി എസ് ടിയുടെ പ്രചാരകനായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചത്. ഇനി സ്റ്റേറ്റ് ജി എസ് ടി, നമ്മളിപ്പോൾ പറഞ്ഞ നാഷണൽ ലെവലിലുണ്ടായിരുന്ന ജി എസ് ടി ആണ് ആസാമിൽ, ബീഹാർ, ഒഡീഷയിൽ വന്നു എന്ന് പറഞ്ഞു. ഇനി സ്റ്റേറ്റ് ജി എസ് ടി ഫസ്റ്റായിട്ട് വന്നത് തെലങ്കാനയിലാണ്. തെലങ്കാന. ഇനി കേരളത്തിൽ ജി എസ് ടി എപ്പോഴാണ് വന്നത്? 2017 ഓഗസ്റ്റ് 17. അതായത് നമ്മൾ പറഞ്ഞു ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1 നമ്മുടെ കേരളത്തിൽ വന്നത് തൊട്ടടുത്ത മാസം, അതായത് 2017 ഓഗസ്റ്റ് മാസം, ഓഗസ്റ്റ് 17 കേട്ടോ. ഇനി ഒരു എണ്ണം കൂടെ പറയാം. കെസിഒ ഇന്ത്യയാണ് ഫസ്റ്റ് ജി എസ് ടി കാൽക്കുലേറ്റർ കൊണ്ടുവന്നത്.